നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാഷും മഞ്ചാടിയും പോയിട്ട് പ്രിൻസിപ്പലെ കണ്ടിട്ട് വാ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ശരി ശരി. ആ മഞ്ചാടി മോളെ വാ. ഞങ്ങൾ പോയിട്ട് വരാം. ശരി മാഷെ, ഞാനിവിടെ മോളെ. മഞ്ചാടി എന്റെ ഫ്രണ്ട്സ് അച്ഛാ. എടാ അർജുൻ, മഞ്ചാടി തിരിച്ചു വന്നല്ലോ. ടി സി വാങ്ങാൻ അച്ഛനെ കൂട്ടി വന്നതാവും. അതൊന്നും അല്ലടാ, മഞ്ചാടി തിരിച്ചു കൊണ്ടുവന്നേ ഗോകുലണ്ണനാ. ഞാൻ അണ്ണനെ ഒന്ന് കണ്ടിട്ട് വരാം. അച്ഛന്റെ മോളുടെ വരവ് കണ്ടിട്ട് വീണ്ടും ഇവിടെ കണ്ടിന്യൂ ചെയ്യാനുള്ള ലക്ഷണമാണല്ലോ. ആ സംഭവത്തിന് ശേഷം ഇവിടെ സ്റ്റുഡൻസിന്റെ ഇടയിൽ ഒരു ക്യാമ്പയിൻ നടന്നു. ക്യാമ്പസിലെ മയക്കുമരുന്ന് ഉപയോഗവും പ്രണയവും ആത്മഹത്യാ പ്രവണതയും എന്നതായിരുന്നു വിഷയം. ഉള്ളത് പറയാലോ മാഷെ, ഈ ക്യാമ്പസിൽ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, പല ക്യാമ്പസുകളിലും നടക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങനെ പുറത്തു വരാറില്ല. വന്നാൽ തന്നെ ആരും ശിക്ഷിക്കപ്പെടാറുമില്ല. അതിന്റെ മെയിൻ കാരണം ഇരയാക്കപ്പെട്ട പലരും നിയമത്തിന്റെ വഴിയെ പോകാത്തതാ. അത് കൂടുതൽ മാനക്കേടുണ്ടാക്കുമെന്ന രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ ധരിച്ചു വച്ചിരിക്കുന്നത്. മഞ്ചാടി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കും എന്റെ കുടുംബത്തിനും ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. എന്റെ മകളുടെ ജീവൻ തിരിച്ചു കിട്ടിയതോടെ ദൈവവും എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായി. പിന്നെ ഞാൻ എന്തിനും നിയമത്തിന്റെ വഴിയെ പോകാൻ മടിക്കണം? ശരിയാ, മാഷിനെ പോലെ തന്നെ മഞ്ചാടിയും വലിയ ധൈര്യവും കാണിച്ചിരിക്കുന്നത്. സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയത് ന്യൂസായിട്ടും അതേ കോളേജിൽ തന്നെ തുടർന്ന് പഠിക്കാനെത്തുക. സാധാരണ ഇത്തരം കുട്ടികൾ പഠിത്തം തന്നെ വേണ്ടെന്ന് വെച്ച് ഉൾവലിയ പതിവ്. രക്ഷിതാക്കൾ ആ കുട്ടിയെ ഒട്ടും യോഗ്യതയില്ലാത്ത ആർക്കെങ്കിലും കെട്ടിച്ചയച്ച് ബാധ്യത ഒഴിവാക്കുകയും ചെയ്യും. ഭാവിയിൽ എന്തൊക്കെയോ ആയിത്തീരേണ്ട ഒരു കുട്ടിയുടെ ജീവിതം ഒന്നും ഇല്ലാതാവുകയാ. ഞാൻ പറഞ്ഞു വന്നത് ആ ക്യാമ്പയിനിൽ മഞ്ചാടിക്ക് സ്റ്റുഡൻസിനിടയിൽ കിട്ടിയ സപ്പോർട്ടിനെ കുറിച്ചാ. അവരെല്ലാവരും ആഗ്രഹിച്ചത് മഞ്ചാടിയുടെ ഈ തിരിച്ചുവരവ് തന്നെയാ. മഞ്ചാടി ഈ കോളേജിൽ ഒരു മാതൃകയാകാൻ പോവുകയാ. അതിനെന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. കുട്ടിയെ ഞാൻ എന്തായാലും വീണ്ടും ഇവിടേക്ക് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു മാം. എന്റെ മകളുടെ പഠിത്തം ഇതോടെ നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നാൽ ഈ കോളേജില് ഇനി തുടർന്ന് അവൾ പഠിക്കേണ്ടെന്ന് തീരുമാനിച്ചിരുന്നു. സത്യത്തില് നാട്ടിലെ മറ്റൊരു കോളേജില് അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്നാൽ ഇവിടേക്ക് തന്നെ വന്നതാണ് ഉചിതമായ തീരുമാനമെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യമുണ്ട്. ഇനി എന്റെ മകളുടെ പഠനം ഈ കോളേജിൽ തന്നെ പൂർത്തിയാക്കും. ശരി, അപ്പൊ മഞ്ചാടി അടുത്ത മൺഡേ മുതൽ റീജോയിൻ ചെയ്തോട്ടെ. ശരി മഞ്ചാടി, ഞങ്ങൾ ഇറങ്ങട്ടെ മാഡം. ആയിക്കോട്ടെ.
അമ്മാവനെയും മഞ്ചാടിയെയും ഗോകുല് പിക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കാര്യങ്ങൾ പ്രതീക്ഷിച്ചില്ല. പിന്നെ കോളേജിൽ അവരെ കൊണ്ടുപോയെന്ന് മാത്രമല്ല, പഴയ ഹോസ്റ്റലിൽ പോയി അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പുതിയ ഹോസ്റ്റൽ റെഡിയാക്കാന്ന് അവർക്ക് വാക്ക് കൊടുത്തിട്ടാ ഗോകുൽ അവരെ തിരിച്ചയച്ചത്. ഓ, പോകുമ്പോ അണ്ണൻ രഘുവിനെ കണ്ട് എന്താ പറഞ്ഞേ? ഗോകുലും ഫാമിലി ഇടപെട്ട് മഞ്ചാടിയെ പഴയ കോളേജിൽ തന്നെ വീണ്ടും പഠിക്കാൻ വിടുന്നതില്ലേ അണ്ണൻ ശരിക്കും ഹാപ്പിയാണോ രഘു? ആ അതെ അങ്കിൾ, കോളേജിൽ വെച്ച് പ്രിൻസിപ്പൽ അമ്മാവനെയും മഞ്ചാടിയെയും തിരിച്ചു വന്നതിൽ അഭിനന്ദിച്ചു എന്നാ പറഞ്ഞേ. പിന്നെ ഗോകുലിനും വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ അമ്മാവന് വരെ ടെൻഷൻ ഇല്ലല്ലോ അങ്ങളെ. അത് ശരിയാണ്. പക്ഷേ എൻ്റെ ഒരു സംശയം എന്താന്ന് വെച്ചാ, ഗോകുൽ ഇതൊക്കെ മഞ്ചാടിയുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രം ചെയ്താണോ എന്ന്. കാരണം അണ്ണൻ അതുവരെ എന്നോട് പറഞ്ഞത് മഞ്ചാടിയെ ഇവിടുത്തെ കോളേജ് ചേർക്കുന്നത് റിസ്ക് ആണെന്ന്. അതിനർത്ഥം ഇവിടെ വരുന്നവരെ അണ്ണന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. ആ അത് ശരിയാ. എന്നെ വിളിച്ചപ്പോഴും അമ്മാവൻ പറഞ്ഞത് ഹോസ്റ്റൽ ഒഴിയണമെന്നാ. പറ്റിയ കോളേജിൽ പോയി TC ചോദിക്കണമെന്നാ. അപ്പോ ഇത് ഗോകുലിന്റെ വീട്ടുകാരുടെയും തീരുമാനം തന്നെ അങ്കിൾ. അണ്ണന് താല്പര്യമില്ലാത്തൊരു കാര്യം ഗോകുലിന്റെ വീട്ടുകാര് എന്തായാലും ചെയ്യില്ലെടുക്കും. അവരതിലേക്ക് എത്തിച്ചത് ഗോകുലായിരിക്കും. അവരങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മഞ്ചാടി നേരത്തെ ഗോകുലിനെ വിളിച്ച് അവളുടെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടാവും. അവര് തലേദിവസം ഫോണിൽ സംസാരിച്ചു എന്ന് ഗോകുല് സമ്മതിച്ച കാര്യമാ. അല്ലാതെ അമ്മാവനും മഞ്ചാടിയും വരുന്ന കാര്യം അവൻ അറിയില്ലല്ലോ. ആ അല്ല, സത്യൻ ഇവിടെ ഒളിവില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പതേ പരസ്യമായിട്ട് ചായ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന എന്താ? വെറുതെ ഇരുന്ന് മടുത്തുരയ്ക്ക് കേട്ടാ. ഇപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്നായിട്ടുണ്ട്. അല്ല, ഇറങ്ങുമ്പോ പറയണേ. അതിനുമുമ്പ് നീ ഇവിടെ ഉണ്ടെന്ന കാര്യം എനിക്ക് സച്ചി സാറിനും ഗൂഗിളിനെ അറിയിക്കണം. അല്ലെങ്കിൽ മോശ. ഇല്ലെങ്കിൽ ഞാനത് അറിഞ്ഞിട്ട് ഒളിച്ചു വെച്ചെന്ന് വിചാരിക്കും. വരട്ടെ രഘുവേട്ടാ, ഞാൻ പറയാം. 2 ദിവസം കൂടി കഴിയട്ടെ. ഓ ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, മഞ്ചാടി വീണ്ടും അതേ കോളേജ് ചേരാൻ വേണ്ടി ഗോകുലിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ അവന്റെ വീട്ടുകാർ പോലും ഇതിനോട് യോജിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്.